നമസ്കാരം. അക്കൗണ്ടിങ് എന്ന വിഷയത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുന്ന VSG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് മൂന്നാമത്തെ സെഷനാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം വേറെ ഒന്നുമല്ല, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കാണുന്ന ഡിഫൈൻ അല്ലെങ്കിൽ ഡെഫനിഷൻ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഫൈൻ അക്കൗണ്ടിങ് എന്നോ ഡിഫൈൻ കൊമേഴ്സ് എന്നോ ഡിഫൈൻ ബിസിനസ് എന്നോ കണ്ടാൽ ആൻസർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഡെഫനിഷൻ എഴുതുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഡെഫനിഷൻ എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ആര് തന്നു എന്നുള്ളതാണ്. രണ്ടാമത്, ഡെഫനിഷൻ തുടങ്ങുന്നതിന് മുമ്പും അവസാനിക്കുമ്പോഴും കൊട്ടേഷൻ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് കോമ ഉപയോഗിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഇതിൽ പറഞ്ഞിരിക്കുന്ന സൈൻസ്, അതായത് കോമ, എന്തെങ്കിലും ഇൻവേർട്ടഡ് കോമ, അതായത് ഇൻവേർട്ടഡ് കോമ നേരത്തെ ഞാൻ പറഞ്ഞു, കോമ ഇടുക, ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇടുക, അങ്ങനെ തന്നെ ഈ ഡെഫിനിഷൻ എഴുതണം. എങ്കിൽ മാത്രമേ മുഴുവൻ മാർക്കും കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുടങ്ങുമ്പോൾ അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, accounting is the art of recording, classifying and summarizing in a significant manner in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. എൻ്റെ ഡെഫിനിഷൻ അല്ല ഇത്. അക്കോർഡിംഗ് ടു, ഞാൻ നേരത്തെ പറഞ്ഞത് അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഈ ഡെഫിനിഷൻ എടുത്തതെന്ന് വെച്ചാൽ, ഈ ഡെഫിനിഷനകത്ത് അക്കൗണ്ടിങ്ങിൻ്റെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിപാദിക്കുന്നുണ്ടോ അതെല്ലാം ഈ ഡെഫിനിഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ ഇതിനെ ഒരു വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഈ ഡെഫിനിഷൻ്റെ വിശകലനം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട്. നമുക്കറിയാം, എന്തെങ്കിലും അറിവ് നേടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അക്കൗണ്ടിങ്ങും. അക്കൗണ്ടിങ്ങും നമ്മൾ അറിവുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആർട്ട് ആൻഡ് സയൻസ് എന്നാണ് പറയുക അക്കൗണ്ടിങ്ങിന്. അപ്പോൾ ആർട്ട് മാത്രമല്ല, ഒരു സയൻസും കൂടിയാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറയണമെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കഴിഞ്ഞ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങളെയാണ് സയൻസ് എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ്, അക്കൗണ്ടൻറ്റുമാരുടെ എക്സ്പീരിയൻസിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടാണ്. ഇപ്പോൾ ഡെഫിനിഷനിൽ ആദ്യം നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ, ആദ്യം ആർട്ട് പറഞ്ഞു, ആർട്ട് ഓഫ് റെക്കോർഡിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റെക്കോർഡിങ്ങിന് മുമ്പ് നമുക്ക് ഈ പറഞ്ഞ പോലെ ബുക്ക് കീപ്പിംഗ്, നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ബുക്ക് കീപ്പിങ്ങിൻ്റെ ഡെഫിനിഷൻ തന്നിരിക്കുന്നത് J.R. ബാഡ്ലി ബോയ് ആണ്. ആ ഡെഫിനിഷനാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. വേറെ ഒന്നുമില്ലാതെ ബുക്ക് കീപ്പിംഗ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിങ് ബിസിനസ് ഡീലിങ്സ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് എന്ന് മാത്രമാണ്. അപ്പോൾ ബിസിനസ് ഡീലിങ്സിൽ ഉണ്ടാകുന്ന ഡീലിങ്സിനെ അല്ലെങ്കിൽ ബിസിനസ്സിലുണ്ടാകുന്ന ഡീലിങ്സിനെ ഒരു സെറ്റ് ഓഫ് ബുക്സിനകത്ത് റെക്കോർഡ് ചെയ്യുന്നതാണ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ ബുക്ക് കീപ്പ് ചെയ്തിരിക്കണം, അതായത് ബുക്കിൽ എഴുതി വച്ചിരിക്കുന്ന
ഈ പറയുന്ന ഡീലിങ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷനെ ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഈ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിനകത്താണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജേണൽ വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ ആ ബുക്കിനകത്ത് ഈ ബുക്ക് കീപ്പിംഗ്, അതായത് ബുക്കിൽ എഴുതി വച്ചിരിക്കുന്നതിനടുത്ത് ജേണലൈസ് ചെയ്യുകയാണ് ചെയ്യുക. ജേണലൈസ് ചെയ്യണമെങ്കിൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും വേണം. അപ്പോൾ ജേണൽ എൻട്രി എന്നാണ് അതിന് പറയുക. അപ്പോൾ ആദ്യമായിട്ട് ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്ന ബുക്കായതുകൊണ്ട് ജേണലിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾക്കറിയാം ജേണലിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ആ ഫോമാറ്റിൽ തന്നെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ അതിൽ ഡേറ്റ് കോളം ഉണ്ട്, പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, പിന്നെ ഒരു ലെഡ്ജർ ഫോളിയോ കോളം. അതായത് നമ്മൾ ഈ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ ഞാൻ ലെഡ്ജർ പറയാം. ആ ലെഡ്ജർ ഫോളിയോ ഏത് പേജിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് എന്നുള്ള പേജ് നമ്പർ, പിന്നെ 2 എമൗണ്ട് കോളം, ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും. ഇപ്പോൾ ഡേറ്റിനെ സംബന്ധിച്ചോളം നമ്മൾ പറയുകയാണെങ്കിൽ ജേണൽ എന്ന് പറയുന്നത് എൻട്രി ചെയ്യേണ്ടത് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഡേറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം നടക്കുന്നത് ആദ്യം എൻട്രി ചെയ്യണം. പിന്നെ എമൗണ്ട് കോളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഡെബിറ്റ് കോളം ഉണ്ട്, ഒരു ക്രെഡിറ്റ് കോളം ഉണ്ട്. അപ്പോൾ അതെ, ഈ ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും എഴുതുന്നത് നമ്മൾ ശ്രദ്ധിച്ചറിയാം ഒരേ എമൗണ്ടാണ്. അത് ഏതിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബുക്ക് കീപ്പിംഗ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ജേണൽ എൻട്രി ചെയ്യണത് ഡബിൾ എൻട്രി സിസ്റ്റം വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഡബിൾ എൻട്രി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു ഡെബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതേ എമൗണ്ടിനുള്ള ഒരു ക്രെഡിറ്റും ഉണ്ടാവുക എന്നുള്ളതാണ് ഡബിൾ എൻട്രി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനിൽ ഉണ്ടാകുന്ന റിസീവിങ് ആസ്പെക്ട്സും ഗിവിങ് ആസ്പെക്ട്സും രണ്ടും റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്മളിതിനെ ഡബിൾ എൻട്രി എന്ന് വിളിച്ചത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞ പോലെ ഒരു ട്രാൻസാക്ഷൻ എടുക്കാം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇതിനകത്ത് ഈ 2 ആസ്പെക്റ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ട്, പർച്ചേസ്ഡ് സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റ് ആ ഗുഡ്സാണ്. എന്താണ് കൊടുത്ത് വാങ്ങിയത്, ഗിവിങ് ആസ്പെക്റ്റ് ക്യാഷാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്തു നോക്കിയാലും ഈ 2 ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഈ 2 ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിങ് വഴി ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഇനി വരുന്ന വീഡിയോസിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ബുക്കിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന ട്രാൻസാക്ഷനെ നമ്മൾ ജേർണലൈസ് ചെയ്യുകയാണ് ആദ്യമായിട്ട് ചെയ്യുക. സാധാരണ അക്കൗണ്ടന്റുമാരെല്ലാം പഴയ ആൾക്കാരൊക്കെ, അതായത് ഈ ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ ജേർണൽ എൻട്രി എഴുതാനൊന്നും പറ്റില്ല. ക്ലോസ് ചെയ്തിട്ട് എല്ലാ അവസാനം ക്ലോസ് ചെയ്തിട്ടാണ് സാധാരണ ഈ ജേർണലിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ബുക്കാണ് ജേർണൽ. അതുകൊണ്ടാണ് റെക്കോർഡിംഗ് എന്ന ആ ഡെഫിനിഷനിൽ വന്നത്. ഇനി രണ്ടാമത്തെ ആസ്പെക്ട് അതിനകത്ത് പറയുന്നത് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡെബിറ്റ് ചെയ്യുകയും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്ത 2 അക്കൗണ്ടുകളെ വേറൊരു ബുക്കിലേക്ക് കൊണ്ടുപോകും. ആ ബുക്കിൻ്റെ പേരാണ് ലെഡ്ജർ. അപ്പോൾ അവിടെ ക്ലാസിഫിക്കേഷൻ നടക്കണം. അക്കൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നടക്കണം. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരേ തരത്തിലുള്ള അക്കൗണ്ട്സ് എല്ലാം ഒരിടത്ത് കാണണം. ഉദാഹരണമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷനുള്ള പർച്ചേസ് എല്ലാം ഒരു അക്കൗണ്ടിൽ, ആ ഒരു ബുക്കിനകത്ത് ഒരു അക്കൗണ്ടിൽ കാണണം. രണ്ടാമത്തത് ക്യാഷ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് 2 അക്കൗണ്ടുകളും ഒരു ബുക്കിനകത്ത് വേറൊരു ബുക്കായ ലെഡ്ജറിനകത്ത് എഴുതിയാൽ അതാണ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെഡ്ജറിൽ നമ്മൾ നോക്കിയാൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്കറിയാം എത്രമാത്രം പർച്ചേസ് നടന്നിട്ടുണ്ട്, ക്യാഷിൻ്റെ ഡീലിങ്സ് എങ്ങനെയാണ്, കടം കൊടുത്തിട്ടുണ്ടോ, അതായത് ഡെറ്റേഴ്സ് ആരൊക്കെയാണ്, ക്രെഡിറ്റേഴ്സ് ആരൊക്കെയാണ്. ഈ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും വളരെ ഇമ്പോർട്ടൻറ്റും വിപുലവുമായ 2 പദങ്ങളാണ്. ഇതില്ലാതെ ഒരിക്കലും ബിസിനസ് കാണില്ല. ഇത് എൻ്റർ ചെയ്യാതെ അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യാതെ ബിസിനസ്സിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാനും പറ്റില്ല. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2 അക്കൗണ്ടുകളെ ഒരു ബുക്കിനകത്ത് എഴുതിയാൽ അല്ലെങ്കിൽ ആ ബുക്കിനെ ലെഡ്ജർ എന്ന് വിളിക്കും. അവിടെ ഈ പറഞ്ഞ പോലെ എത്ര അക്കൗണ്ട് ഉണ്ടോ, അതായത് ഇപ്പോൾ ഓരോ ഹെഡിലും നമുക്ക് അതിനകത്ത് ഓരോ അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ലെഡ്ജറിനെ നമ്മൾ വിളിക്കുന്ന പേര് നേരത്തെ ജേർണലിലെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് വിളിച്ച പോലെ ഇവിടെ പ്രിൻസിപ്പൽ ബുക്ക് എന്നാണ് വിളിക്കുക.
എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ബുക്ക് എന്ന് പറയാൻ കാരണം, ഈ അക്കൗണ്ടുകളുടെ ബാലൻസ് ചെയ്യും. ഈ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്തിട്ട് ഈ ബാലൻസ് എടുത്താണ് അടുത്ത നമ്മുടെ ഡെഫിനിഷനിൽ പറയുന്ന ആ പ്രോസസ്സിലേക്ക് കടക്കുക. അതായത് ഈ അക്കൗണ്ടുകളുടെ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിൽ എഴുതുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേര് ട്രയൽ ബാലൻസ് എന്നാണ്. അപ്പോൾ ഇവിടെ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, അത് സമ്മറൈസിംഗ്. സമ്മറൈസിംഗ് എന്ന് പറഞ്ഞാൽ ചുരുക്കി എഴുതുക, ബാലൻസുകൾ മാത്രം. അപ്പോൾ ഈ അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ വരാം. അപ്പോൾ ബാലൻസിങ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതും ഞാൻ ഇനിയുള്ള വീഡിയോസിൽ അത് ക്ലിയർ ആക്കാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സ് നടന്നു, റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. മൂന്നാമത്തതും പറഞ്ഞു ട്രയൽ ബാലൻസ്, അതായത് സമ്മറൈസേഷൻ. ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി ഇതിൽ ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ആദ്യമേ എടുത്ത് നമ്മളുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന 2 അക്കൗണ്ടുകളും ഒരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും 2 അക്കൗണ്ടും പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റായ ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ ഈ പ്രോസസ്സിൽ കൂടെ പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലോകം മൊത്തം, വേൾഡ് മൊത്തമായിട്ടും അംഗീകരിച്ചിരിക്കുന്ന ചില സ്റ്റാൻഡേർഡ്സും കൺസെപ്ഷൻസും ഉണ്ട്. അതുവഴി മാത്രമേ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. കേൾക്കുമ്പോൾ വലിയ പദങ്ങളൊക്കെയാണ്, അതുകൊണ്ട് വിരളയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ഞാൻ പല വീഡിയോകളായിട്ട് അത് പറഞ്ഞു തരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒന്നുമില്ല. അക്കൗണ്ടിങ് വളരെ സിമ്പിളാണ് വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ട്രയൽ ബാലൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതിൽ ഡെബിറ്റ് സൈഡും അല്ലെങ്കിൽ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും അവസാനം ടാലി ആവണം. അപ്പോൾ ഒരു ചെക്കിങ്, നമ്മൾ നേരത്തെ നടത്തിയ റെക്കോർഡിങ്ങിൻ്റെയും ക്ലാസിഫിക്കേഷൻ്റെയും ഒരു ചെക്കിങ് കൂടെയാണ് ഈ പറയുന്ന ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അതിലെ ഡെബിറ്റ് ബാലൻസും കോളവും ക്രെഡിറ്റ് ബാലൻസ് കോളവും ടാലി ആയാൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്ക് പുറകോട്ട് പോയി ഈ പറഞ്ഞ പോലെ ജേർണലിൽ ചിലപ്പോൾ ഓവർ സൈറ്റ് കൊണ്ടോ ചില സീറോ ഒക്കെ വിട്ടുപോകാം, അല്ലെങ്കിൽ സീറോ കൂടുതലായി പോകാം. ഇപ്പോൾ 100 രൂപയ്ക്ക് 1000 എന്ന് എഴുതിയേക്കാം, 1000 എഴുതേണ്ടത് 100 എഴുതാം, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് അത് തിരുത്തിയിട്ട് വന്നിട്ട് ആ ബാലൻസ് എടുത്ത് ട്രയൽ ബാലൻസ് എഴുതി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഒരു ചെക്കിംഗ് പ്രോസസ്സ് ഈ പറയുന്ന പോലെ ട്രയൽ ബാലൻസിൽ നടക്കും. കാരണം ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെയാണ് സമ്മറൈസിങ് ആയത്. പിന്നെ ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ ഫിനാൻഷ്യലായിട്ടല്ലാത്ത അല്ലെങ്കിൽ മണി ടേംസിലല്ലാത്ത ഒരു ട്രാൻസാക്ഷൻസും നമ്മൾ എടുക്കാറില്ല. കാരണം രൂപ അല്ലെങ്കിൽ റുപ്പിയാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന മാധ്യമം. അതിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞെങ്കിലേ അതിൽ കാര്യമുള്ളൂ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് മണി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. അതും പറഞ്ഞു, ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ അടുത്ത ഭാഗമാണ് ഞാൻ അടുത്ത പാർട്ടിലേക്ക് കിടക്കുക, ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്നത് തന്നെ റിസൾട്ട് ഉണ്ടാകാനാണ്. ഈ റിസൾട്ട് പോസിറ്റീവ് ആകാൻ നെഗറ്റീവ് ആവാൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്നാൽ പ്രോഫിറ്റ് ആവാം, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ലോസ് ആവാം. ഇതേതായാലും അറിയാതെ മുന്നോട്ട് പോയാൽ ഒരു കുഴിയിൽ ചെന്ന് വീണതിന് ശേഷം മാത്രം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഈ ഫൈനൽ അക്കൗണ്ട്സിനകത്ത് 2 അക്കൗണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റുമാണ്. ഈ ട്രയൽ ബാലൻസിലെ ബാലൻസുകൾ എടുത്തിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. കൂടാതെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ, അത് എന്തുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിലെ അക്കൗണ്ട് എന്ന് വിളിക്കാത്തതെന്ന് വെച്ചാൽ അവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഇല്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഷോയിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ് റൈറ്റ് സൈഡിലും ലയബിലിറ്റീസ് ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ഈ പറഞ്ഞ പോലെ ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അവസാനത്തെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് അക്കൗണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അക്കൗണ്ടിങ്ങിൻ്റെ ആ ഡെഫിനിഷനിൽ തന്നെ
ഈ പറയുന്ന എന്തൊക്കെയാണ് അക്കൗണ്ടിങ് വഴി ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഡെഫിനിഷൻ തന്നെ എടുത്തത്. അതുപോലെ റിസൾട്ട് എന്ന് പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ട്, ഇപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ നോക്കിയാൽ ട്രേഡിംഗ് അക്കൗണ്ട് റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റാണ്. ഇപ്പോൾ ബിസിനസ് ചെയ്തിരുന്നവർക്ക് സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. അതായത് ലാഭം എത്രയെന്ന് അറിയണമെങ്കിൽ ഒന്നും വളരെ എളുപ്പത്തിൽ അറിയാം, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കുള്ളതുപോലെ ഇപ്പോൾ ഒരാൾ ഇനി ഈ വരുന്ന, അതായത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞല്ലോ, ഇനി അടുത്ത മാസം ഒക്ടോബറാണ്. സെപ്റ്റംബറിൻ്റെ അവസാനവും ഒക്ടോബറിൽ ആദ്യം തുടങ്ങുമ്പോൾ ഒക്ടോബറിൽ എത്രമാത്രം ലാഭം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, സെപ്റ്റംബറിലെ അവസാനമുള്ള ക്ലോസിംഗ് സ്റ്റോക്ക്, നമ്മുടെ കയ്യിലുണ്ട എന്ത് സാധനമായാലും അതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ എടുക്കുക, അതിനെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് എടുക്കണം അടുത്ത മാസം. എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിലെ അവസാനത്തെ വാല്യൂ ഒക്ടോബറിൽ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് എടുക്കുക. എന്നിട്ട് അതേ സാധനം നമ്മൾ മേടിക്കും, പിന്നെ അത് എത്ര വാല്യൂ ഉണ്ടോ അത് ആഡ് ചെയ്യുക. പിന്നെ അതിനുണ്ടാകുന്ന ചിലവും കൂടെ ആഡ് ചെയ്താൽ ഒരു പാർട്ടായി. രണ്ടാമത്തെ പാർട്ട് ഇത് വിൽക്കുമല്ലോ, വിൽക്കാനാണല്ലോ വാങ്ങിയത്. വിൽക്കുകയും വിൽക്കുന്ന വാല്യൂവും അല്ലെങ്കിൽ സെയിൽസ് വാല്യൂവും പിന്നെ ബാക്കി വരുന്ന സ്റ്റോക്ക്, അത് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് തമ്മിലും ആഡ് ചെയ്യുക. എന്നിട്ട് ഈ രണ്ടാമത് പറഞ്ഞ, അതായത് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കുമായിട്ട് ആഡ് ചെയ്ത വാല്യൂവിൽ നിന്ന് നേരത്തെ പറഞ്ഞ പർച്ചേസും ഓപ്പണിംഗ് സ്റ്റോക്കും എക്സ്പെൻസും കുറച്ചാൽ ലാഭം എത്രയെന്ന് അറിയാം. സിമ്പിൾ. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ചാണ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ലോകം മൊത്തം ഉള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാകും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് വഴി കിട്ടുക. അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ ഇൻകവും എക്സ്പെൻസും എഴുതുന്നു. അതിൻ്റെ നെറ്റ് റിസൾട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ. പ്രോഫിറ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യും. അത് പഠിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. അങ്ങനെ ഇങ്ങനെ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്, ബിസിനസ് ചെയ്തത് കൊണ്ടുള്ള എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് ചെയ്യണതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അത് 2 അക്കൗണ്ടായി. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അത് ബാലൻസ് ഷീറ്റാണ്. ഈ സാധാരണ ഇതെല്ലാം, അതായത് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണത്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണത് ഒരു വർഷ അവസാനമാണ്. കാരണം എപ്പോഴും ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് കിട്ടില്ല. മറ്റേത് ഒരു ക്ലോസിംഗ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു എൻഡ് കിട്ടും. അപ്പോൾ റിസൾട്ടിന് ഒരു എന്താ പറയുക, അതിനൊരു കണിശത ഉണ്ടാവും. മനസ്സിലായല്ലോ? അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വർഷ അവസാനം പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. വർഷ അവസാനം ഈ പറയുന്ന ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബാലൻസൊക്കെ എടുത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്പോഴാണ് ലാഭമോ നഷ്ടമോ, എന്തെങ്കിലും മാറ്റം വരുത്തണോ, എക്സ്പെൻസ് കുറയ്ക്കണോ, ആരെങ്കിലും സ്റ്റാഫ് കൂടുതലാണോ, ഇതല്ല സാലറി കൊടുക്കണമല്ലോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ആവശ്യമായ കറക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ അഥവാ ലോസ് ആണെങ്കിൽ നമ്മൾ അടുത്ത വർഷം എന്ത് ചെയ്യാം, ലാഭത്തിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഈ ലാഭവും നഷ്ടവും അറിയാമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്തി, ഈ ആസ്തിയാണ് അസറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞത്. നമ്മുടെ സ്വന്തമായിട്ട് എന്തൊക്കെയുണ്ട്, നേരെ മറിച്ച് ഇപ്പുറത്ത് ലയബിലിറ്റീസ് എത്രമാത്രം പുറത്തു കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള ലയബിലിറ്റീസ് ഉണ്ട് അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. അത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഒന്ന് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലയബിലിറ്റി, അത് ഇൻറ്റേർണൽ ലയബിലിറ്റി എന്നാണ് പറയാം. അത് വലിയൊരു കൺസെപ്റ്റാണ്. കാരണം ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ എന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി സൈഡിൽ എഴുതുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ഇനി ഉണ്ടാവും. ഒരുപാട് സംശയങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്, കാരണം ഇങ്ങനെയുള്ളതുകൊണ്ട്. അപ്പോൾ അതിനി പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ക്യാപിറ്റലും ബാക്കിയുള്ള ലയബിലിറ്റി സൈഡ് എഴുതുന്നു. അപ്പോൾ എത്രമാത്രം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സ്വന്തമായിട്ട് എത്രയുണ്ട്, എത്ര കൊടുത്തു തീർക്കാനുണ്ട്, ഇതാണ് ഈ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ. ആ ഡെഫിനിഷനിൽ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്. പ്രോഫിറ്റോ ലോസോ 2 അക്കൗണ്ടിൽ നിന്ന് അറിയാം.
ഫിനാൻഷ്യൽ പൊസിഷൻ, ബാലൻസ് ഷീറ്റ് എന്നും അറിയാം. അപ്പോൾ ഇത് എന്തിനാണ് ഇതെല്ലാം അറിയണമെന്ന് വെച്ചാൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടി മാത്രമല്ല, നല്ല ആസ്തിയും ബാധ്യത കുറഞ്ഞും ഇരിക്കുന്ന അവസ്ഥയാണല്ലോ നല്ല അവസ്ഥ. അങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് മാത്രമേ ആരെങ്കിലുമൊക്കെ സാധനങ്ങൾ കടം കൊടുക്കുകയുള്ളൂ. ഈ കടം കൊടുക്കുന്നവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, അത് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതറിയാൻ, അല്ലെങ്കിൽ അങ്ങനെ കടം കൊടുക്കണമെങ്കിൽ ഇങ്ങനെ നല്ല പൊസിഷനിലുള്ള സ്ഥാപനങ്ങൾക്കേ കൊടുക്കുകയുള്ളൂ കടം. അതുപോലെ ബാങ്കിൽ ലോൺ എടുക്കാൻ പോയി അവരും നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് ലോൺ തരുള്ളൂ. കാരണം ലാഭത്തിൽ ഓടുന്ന ബിസിനസ്സിന് മാത്രമേ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ പൈസ. അപ്പോൾ ഇങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യവും കൂടെ ഈ പറഞ്ഞ പോലെ ഫൈനൽ അക്കൗണ്ട്സിനുണ്ട്. ജേണൽ ലെഡ്ജറും ട്രയൽ ബാലൻസും അതുവരെ കഴിഞ്ഞിട്ടാണല്ലോ ഈ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. അതൊന്നും വേണ്ട. പക്ഷേ ഈ പറഞ്ഞ ഫൈനൽ അക്കൗണ്ട്സ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നോക്കിയിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങൾ കടം തരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ഡെഫിനിഷൻ അതിൻ്റെ പ്രാക്ടിക്കൽ തലത്തിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ കൂടി ശ്രമിച്ചത്. അതെല്ലാവരിലും എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. ഇത് മാക്സിമം ഷെയർ ചെയ്യണം, കാരണം സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ എല്ലാം. അപ്പോൾ അങ്ങനെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.